ഹായ്, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു IPO അപ്ലൈ ചെയ്യുന്നത്. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഷെയർഖാൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇതിലൂടെ നമുക്ക് IPO എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യം മുകളിൽ ഓവർവ്യൂവിൽ പോവാം. നമുക്ക് ഇക്വിറ്റി IPO ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. താഴേക്ക് വരുമ്പോൾ IPO ഉണ്ടോ, ക്ലിക്ക് ചെയ്യാം. കറണ്ട് IPO ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. ഇത് പ്രീ ഓപ്പൺ ആണ്. ഇന്ന് 25 ആയിട്ടില്ല, 24 അതുകൊണ്ട് പ്രീ ഓപ്പണും, പക്ഷേ നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്ത് വയ്ക്കാം വേണമെങ്കിൽ. 25 മുതൽ 27 വരെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം താഴേക്ക് പോകുന്നതും ഇത് ഈ ഡിൻഡിഗൽ ഫാം പ്രൊഡക്റ്റ് അതെല്ലാം SME IPO ആണ്. അത് വന്നിട്ട് 1 lakhന് above ആവും ആപ്ലിക്കേഷൻ. മാസൺ ഇൻഫ്രാടെക്കും SME IPO ആണ്. ഇതെല്ലാം തന്നെ SME IPO ആണ്. താഴോട്ട് പോകുമ്പോൾ കണ്ടു നോക്കുക. ഇത് സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്വാണ്ടിറ്റി 40 നമ്പേഴ്സാണ്. പ്രൈസ് കട്ട് ഓഫ് റേറ്റ് 369 ആണ്. വാല്യൂ 14,760. അത് പെൻഡിങ് ആവുന്നേ ഉള്ളൂ. അത് നമ്മുടെ എസ്ബാ മോഡലിൽ ബാങ്ക് അക്കൗണ്ടിൽ ഫ്രീസ് ആയിട്ടിരിക്കും. അത് IPO അലോട്ട് ആയിക്കഴിഞ്ഞാൽ ഈ എമൗണ്ട് കമ്പനി എടുക്കുകയും നമുക്ക് ഷെയർ തരികയും ചെയ്യും. ഇനി നമുക്ക് UPI ID അടിച്ചു കൊടുക്കാം. UPI ID എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് താഴെ ഐ അഗ്രി, സബ്മിറ്റ്. സ്റ്റാൻലി IPO ഇത് ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി കൺഫേം ചെയ്ത് കൺഫേം ഓർഡർ. ഇത്രയുമായി ഇപ്പോൾ ഓതറൈസേഷൻ പെൻഡിംഗ് ആണ്. നമ്മൾ ഓതറൈസ് ചെയ്യണം. എവിടെ പോയിട്ട്? ആ UPI ആപ്ലിക്കേഷനിൽ പോയിട്ട് നമ്മൾ ഓതറൈസ് ചെയ്യണം. ഓർഡർ ബുക്ക് ഇവിടെയുണ്ട്, നമുക്ക് കാണാം. സ്റ്റാൻലി ബിഡ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഈ ബിഡ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് IPO പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്കിനി എന്താ ചെയ്യേണ്ടത്? UPI ആപ്പിൽ പോയിട്ട് ഓതറൈസ് ചെയ്യണം. ഞാനിവിടെ ICICIയുടെ UPI ID ആണ് കൊടുത്തിട്ടുള്ളത്. UPI മാൻഡേറ്റിൽ റിക്വസ്റ്റ് റിസീവ്ഡ് ഉണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതിവിടെ വരാൻ വേണ്ടി കേട്ടോ. പ്രൊസീഡ് കൊടുത്ത് എല്ലാം വാലിഡിറ്റി കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പ്രൊസീഡ്. നമുക്ക് പ്രീ കൺഫർമേഷനാണ്, കൺഫേം കൊടുത്തു. മാൻഡേറ്റ് അപ്രൂവ്ഡ്. ഇപ്പോൾ IPO അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഇനി ന്യൂ ലിസ്റ്റിംഗ് IPOs എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ടാബ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതുവരെ ഉണ്ടായിട്ടുള്ള IPOസിൻ്റെ പെർഫോമൻസ് ഇവിടെ കാണാൻ പറ്റും. ഇക്സിഗോ ഇവിടെ LTP ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉള്ളത് 166.15 രൂപ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. ഇഷ്യൂ പ്രൈസ് നോക്കൂ, 93 ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത റേറ്റാണ്, അവർ കമ്പനി ഡിസൈഡ് ചെയ്ത റേറ്റാണ് 93 എന്ന് പറയുന്നത്. ഇപ്പോൾ ലിസ്റ്റ് പ്രൈസ് നോക്കി 138. എത്ര പെർസെൻറ്റേജ് ആണ് നോക്കൂ. ലിസ്റ്റിംഗ് ഡേറ്റ് 18 ജൂണാണ് ഉണ്ടോ. പിന്നെ സാട്രിക്സ് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് 172, ഇഷ്യൂ പ്രൈസ് 121, ലിസ്റ്റ് പ്രൈസ് 150. IPO ഇത്ര അട്രാക്റ്റീവ് ആവാനുള്ള കാരണം ഇതാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലിസ്റ്റ് പ്രൈസ് 43. ഇത് ഡൗൺ ആയി 3CIT, അത് ഡൗൺ ആവില്ല എന്ന് പറയാൻ പറ്റില്ല, അതിന് റിസ്ക്കും ഉണ്ട്. അത്യാവശ്യം എല്ലാം തന്നെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ IPOs പെർഫോമിംഗ് ആണ്. അതിൽ ചിലപ്പോൾ ഡൗൺ പോകാനും സാധ്യതയുണ്ട്. ഇതിലൊക്കെ എല്ലാം നോക്കി നല്ല രീതിയിൽ പ്രോഫിറ്റ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ IPOയും കൊടുത്തിട്ടുണ്ട്. IPO കിട്ടാനാണ് ബുദ്ധിമുട്ട്, കാരണം ഇതൊരു IPO പ്രോസസ്സ് തന്നെ. റീറ്റെയിലിന് ലക്കി ഡ്രോയിലൂടെയാണ് ആക്ച്വലി IPOയിൽ കിട്ടുന്നത്. അല്പം ഭാഗ്യം ഇൻവോൾവ് ആണെന്ന് പറയാം. ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്നൊരു സംഗതിയാണെന്ന് കൂടിയാണ് പറയാം. അപ്പോൾ IPO അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ, കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട വിധവും കാര്യങ്ങളും മനസ്സിലായല്ലോ. ഒരു IPO അപ്ലൈ ചെയ്യാൻ ഇത്രേ പ്രോസസ്സുള്ളൂ. ഈസി ആയിട്ട് മനസ്സിലായല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ ഇനിയും കുറേ കാര്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.